ഓരോ യാത്രകളും നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആളുകളുടെ സ്വഭാവ സവിശേഷതകളാണ്. അത്തരം ഒരു യാത്രയുടെ കാഴ്ചകളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മെക്സവൻ മമ്പുറം യൂണിറ്റിൻ്റെ കീഴിൽ ഞങ്ങൾ കൊച്ചിയിലേക്കൊരു യാത്ര പോവുകയാണ്. ഈ യാത്രയെ വ്യത്യസ്തമാക്കുന്നത് ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പ്രായമായവരും അതുപോലെ യുവാക്കളായിട്ടുള്ള ആളുകളും കൂടെ ചേർന്നിട്ടുള്ളൊരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ പഴയ തലമുറയുടെയും പുതുതലമുറയുടെയും അനുഭവങ്ങളും ഓർമ്മകളും പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ടുള്ള ഒരു യാത്ര, വളരെ മനോഹരമായ ഒരു യാത്ര, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്ര. യാത്രക്കിടയിൽ സുബഹി നമസ്കാരവും കഴിഞ്ഞ് കോട്ടക്കലിലെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ ഞങ്ങൾ കയറി. ഇത് അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടു. അങ്ങനെ ചായ കുടിക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അനുഭവ പ്രസംഗങ്ങളും പാട്ടുകളുമായിട്ട് ഇനി കുറച്ചു നേരം. നല്ല രസമാണ്. പിന്നെ അതിന് ചെറിയ ഒരു പാട്ടുണ്ട്, അത് വിശദീകരിക്കണില്ല. പിന്നെ അങ്ങനെ പാടാൻ അറിയുന്നവർ പാട്ടുപാടിയും പ്രസംഗിക്കാൻ അറിയുന്നവർ പ്രസംഗിച്ചുമെല്ലാം സമയം പോയതറിഞ്ഞില്ല. കളിയും ചിരിയും തമാശകളുമായിട്ടൊക്കെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതപ്പോൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. കുറ്റിപ്പുറം പാലത്തിന് മുകളിലൂടെയുള്ള ഈ കാഴ്ച, അപ്പുറത്ത് നാഷണൽ ഹൈവേയുടെ പുതിയ പാലത്തിൻ്റെ കാഴ്ച നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ഇനി നേരെ പോകുന്നത് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദിലേക്കാണ്. നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ദേശീയപാതയുടെ റോഡിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. ഏതായാലും ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായതുകൊണ്ട് തന്നെ ചന്ദ്രാപിന്നിക്ക് അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിന് സമീപം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല ഒരു അടിപൊളി ചിക്കൻ ഗ്രേവിയാണ് ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. ഇതെല്ലാം ഞങ്ങളവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കാറ്ററിംഗ് ടീമിനെ ഏൽപ്പിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് പാർസലാക്കി വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും നല്ല അടിപൊളി ചിക്കൻ ഗ്രേവിയും അതിലേക്ക് നല്ല വെള്ളപ്പവും ചപ്പാത്തിയുമാണ് ഞങ്ങൾ കരുതിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളുടെ യാത്രകൾ ഞങ്ങൾക്ക് തുടരേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ ആദ്യത്തെ സന്ദർശന സ്ഥലമായ ചേരമാൻ ജുമാ മസ്ജിദിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ കാണുന്നതാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ്. AD 629 ഈ പള്ളി നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നത്. ചേരമാൻ പെരുമാൾ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അറേബ്യയിൽ നിന്ന് വന്ന മുസ്ലിം സഞ്ചാരികളായ മാലിക് ബിൻ ദീനാറും സംഘവുമാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഈ പള്ളിയുടെ ഒരു ശൈലി എന്ന് പറയുന്നത് കേരളീയ വാസ്തു ശൈലിയാണ്. കേരളീയ വാസ്തുശാസ്ത്രപ്രകാരമാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. പിന്നീട് പല രൂപമാറ്റങ്ങൾക്കും ഈ പള്ളി വിധേയമായിട്ടുണ്ട്. 2022 മുസ്രിസ് ഹെറിറ്റേജ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പള്ളി വീണ്ടും പഴയ രീതിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇത് വീണ്ടും ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ചേരമാൻ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് കാണാവുന്നതാണ്. ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, ഇവിടെ തുടങ്ങുകയാണ്. ഇനിയും കൊച്ചിയിലെ പല ഭാഗങ്ങളും ഞങ്ങൾക്ക് കാണേണ്ടതുണ്ട്. അതിൻ്റെ ഓരോ വീഡിയോസും ഞാൻ പാർട്ടായിട്ട് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ.